പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തൽ. ഒന്നാം പ്രതി നൌഷാദും രണ്ടാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിലെത്തി കേസ് ഒത്തുതീർപ്പാക്കാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവിലാണ് ഈ പരാമർശങ്ങളുള്ളത്. കോന്നി ഡിവൈഎസ്പി SHO എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്ന പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെ: ഒന്നാം പ്രതി നൌഷാദ് തോട്ടത്തിൽ, രണ്ടാം പ്രതി എന്നിവർ ചേർന്ന് കേസിന്റെ തുടക്കത്തിൽ CWC ഓഫീസിലെത്തി ചെയർമാനെ നേരിട്ട് കണ്ടു. കേസ് ഒത്തുതീർപ്പിനോ സ്വാധീനിക്കാനോ ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ CWCക്ക് റിപ്പോർട്ട് പോലീസിന് കൈമാറേണ്ടി വന്നു. 10 ദിവസത്തിന് ശേഷമാണ് CWC റിപ്പോർട്ട് പോലീസിന് കൈമാറിയതെന്നും കണ്ടെത്തലുണ്ട്. ഇത് പ്രതികൾക്ക് ഗുണകരമായെന്നും വിലയിരുത്തൽ. ഒന്നാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് കേസ് അട്ടിമറി ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് വകുപ്പുതല അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോന്നി ഡിവൈഎസ്പി രാജപ്പൻ D, CI ശ്രീകാന്ത് P എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. ഒന്നാം പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകനും UDF കാലത്തെ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന നൌഷാദ് തോട്ടത്തിലിനെ സംരക്ഷിക്കുന്ന വിധമായിരുന്നു പോലീസ് അന്വേഷണമെന്ന പരാതിയിലാണ് വകുപ്പുതല ആഭ്യന്തര അന്വേഷണം നടത്തിയത്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടുകയായിരുന്നു. 17-കാരിയെ അതിജീവിതയുടെ ബന്ധുവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ജനം, പത്തനംതിട്ട.